ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ 2 ആഴ്ചത്തെ കാലയളവിൽ തന്നെ 2 മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്തത്. ഒക്ടോബർ 25-ന് വിതരണം ചെയ്തിരുന്ന ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം തീരുന്നതിന് മുമ്പേ നവംബർ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. അതിൻ്റെ വിതരണവും ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. എന്നാൽ നവംബർ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി വിതരണം ചെയ്യുമെന്ന വാർത്തകൾ എത്തിയിരുന്നു. അതായത് നവംബർ 6-ാം തീയതി മുതൽ വിതരണം ആരംഭിച്ചത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു ആയിരുന്നു എന്നായിരുന്നു ചില മാധ്യമങ്ങളിൽ വാർത്തയായി എത്തിയത്. അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയായ 1600 രൂപ നവംബർ 20-ന് ശേഷമൊക്കെ വിതരണം ചെയ്യുമെന്ന അറിയിപ്പുകളും എത്തിയിരുന്നു. എന്നാൽ അതിൽ കൃത്യമായ ഒരു അറിയിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതായത് നവംബർ മാസത്തിൽ ഇനിയൊരു പെൻഷൻ വിതരണം ഉണ്ടാകില്ല. നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയാണ് 6-ാം തീയതി വിതരണം ചെയ്തത് എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ നവംബർ മാസത്തിൽ ഇനിയൊരു വിതരണം ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ. ഇനി അടുത്ത പെൻഷൻ എപ്പോഴാണ് എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത് ഡിസംബർ മാസത്തിൽ ക്രിസ്മസിനോട് അനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ തുക ആയിരിക്കും ലഭിക്കുക എന്ന സൂചനയാണ് എത്തുന്നത്. ഡിസംബർ 20-ന് ശേഷമൊക്കെയായിരിക്കും അതിൻ്റെ വിതരണവും പ്രഖ്യാപനവും. 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപ, അതായത് ഡിസംബർ മാസത്തെ തനത് പെൻഷനും കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും ചേർത്തായിരിക്കും 3200 രൂപയുടെ വിതരണം. സംസ്ഥാനത്ത് 5 മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിരുന്നു. അതിൽ 1 മാസത്തെ ഗഡു സർക്കാർ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്തിരുന്നു. ഒരു ഗഡു കൂടി ഈ വർഷം വിതരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ക്രിസ്മസിനോട് അനുബന്ധിച്ചായിരിക്കും ആ തുക വിതരണം ചെയ്യുന്നത്. അതിനാൽ തന്നെ ഡിസംബർ മാസത്തിൽ 3200 രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ എത്തുന്നത്. ഡിസംബർ മാസത്തെ പെൻഷൻ തുകയുടെ കൃത്യമായ വിവരം വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നിലവിൽ വിതരണം ചെയ്തു വരുന്ന ക്ഷേമ പെൻഷൻ തുക നിരവധി പേർക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലമാണ് ഇവർക്ക് ഈ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത്. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരം അക്ഷയ കേന്ദ്രങ്ങളിലുണ്ട്. പെൻഷൻ മുടങ്ങിയവർ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 20-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ അടുത്ത മാസത്തെ തുക നിങ്ങൾക്ക് ലഭിക്കില്ല. അതായത് ഈ നവംബർ മാസത്തിലെ പെൻഷൻ മുടങ്ങിയവർ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കാൻ ഇന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഇന്ന് ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ മാസത്തിലെ തുക മുടങ്ങുന്നതായിരിക്കും. മുടങ്ങിയ മാസങ്ങളിലെ തുക മസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങൾ എന്ന് മുതലാണോ മസ്റ്ററിംഗ് ചെയ്യുന്നത് ആ മാസം മുതലുള്ള തുകയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം മസ്റ്ററിംഗ് ചെയ്തിട്ടും പെൻഷൻ തുക മുടങ്ങിയവർ സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ്, സ്ത്രീ ഗുണഭോക്താക്കൾ, നോൺ റീമാരിഡ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളൊക്കെ ഹാജരാക്കാത്തത് മൂലം പെൻഷൻ മുടങ്ങിയേക്കാം. അതിനാൽ നിങ്ങളുടെ ആധാർ നമ്പറോ പെൻഷൻ ഐഡിയോ ഉപയോഗിച്ച് സേവന പെൻഷൻ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സ്റ്റേറ്റസ് ഒന്ന് കൃത്യമായി പരിശോധിക്കുക. നിങ്ങൾ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കുവാനുള്ളത് എന്ന കാര്യം സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും. ശേഷം ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ച് പെൻഷൻ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.